ഇന്ന് ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോവാണ്. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കായതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താതെ ഒരു കുഞ്ഞുമ്മ കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങിയത്. സത്യത്തിൽ ഇന്നലെ വൈകുന്നേരം 3:30 ഞങ്ങൾക്ക് കൊല്ലത്തേക്ക് പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോറൂണും കഴിഞ്ഞ് പൂരൊക്കെ കണ്ടു വന്നപ്പോഴത്തേനും ഞങ്ങൾ ട്രെയിൻ മിസ്സാക്കി. ഇന്നലെ പോയില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് പുലർച്ചെ 5:30 ട്രെയിനിന് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയോണ്ട് പിന്നെ അതിൽ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വിനുവിനൊരു കോഫിയും എനിക്കൊരു ചായയും മേടിച്ചിട്ട് ഞങ്ങൾ പാടി കുടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഏതോ ഒരു ട്രെയിൻ വന്നപ്പോ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയതാട്ടോ ഒരു ക്യൂട്ട് പാവം ഉറങ്ങുവാട്ടാ. ഒരു 5:45 ആപ്പിളാട്ടാ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്ന. ട്രെയിനിൽ കയറിയപ്പോ തന്നെ ഞാനും വിനുവിന്റെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിട്ടാ. നേരം വെളുത്തതും വെളിച്ചം വന്നതും ഞാൻ അറിഞ്ഞില്ല. കോട്ടയം എത്തിയപ്പോ അവനാട്ടാ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചത്. അതിന്റെ ഗ്യാപ്പിൽ ഞാനൊരു റീലും കൂടി എടുത്തിട്ടുണ്ടായേ. ഈ കണ്ണാടി നോക്കിയിട്ട് ഞാനിപ്പോ എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ. അങ്ങനെ പിന്നെ 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളിതേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായേ. എനിക്ക് ട്രെയിനിന്റെ ഡോറിൽ നിൽക്കാൻ നല്ല പേടിയുള്ള ആളാണ്. പിന്നെ വിനുള്ള ധൈര്യത്തിലാട്ടാ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ട് പുറത്തേക്ക് നടന്നെത്തിയപ്പോഴേക്കും നമ്മളെ വിളിക്കാനായിട്ട് പ്രൈത്തായിട്ടെ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിട്ടാ. റോഡിൽ പോണ ആൾക്കാരെ വായ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തലയിടിക്കൂട്ടാ. വേറെ ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കഴിക്കാനായിട്ട് പുറത്തുനിന്ന് പൊറോട്ട മുട്ടക്കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് കക്കത്തോരൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ചൂടാക്കി എടുത്തുട്ടാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ബാക്കി പിന്നെ കാണാം. ബൈ.